ഈ പുസ്തകം നിങ്ങൾ വായിക്കരുത്. സമയമില്ലാത്തവർ ഈ പുസ്തകം ഒരിക്കലും വായിക്കരുത്. പ്രാദേശിക ചരിത്രം മിത്തുമായി ചേർത്ത് ലോക ചരിത്രത്തിലേക്ക് തുറന്നുവിടുന്ന ഒരു അപൂർവ നോവലാണ് ഫ്രാൻസിസ് എട്ടിക്കോര. ഇത് വെറുമൊരു ചരിത്ര പുസ്തകമല്ല, കുന്നംകുളം എന്ന ചെറിയ പട്ടണത്തിൽ നിന്നും ലോകത്തിലെ പല കോണുകളിലേക്ക് പടരുന്ന ഒരു കഥാപ്രവാഹമാണ്. പല കൈവഴികളായി ഒഴുകി ഒടുവിൽ ഒരൊറ്റ കടലിൽ ചേരുന്ന നദി പോലെ ചരിത്രവും ഗണിതവും ശാസ്ത്രവും ഭാവനയും കച്ചവടവും അധികാരവും ഇവിടെ ഒന്നായി ചേരുന്നു. വായിക്കുമ്പോൾ ചിലപ്പോൾ വഴിതെറ്റിയെന്ന തോന്നൽ വരും, കണ്ണികൾ എങ്ങനെ ചേർക്കപ്പെടുമെന്ന ആശങ്കയും ഉണ്ടാവും. എന്നാൽ അവസാനം എല്ലാം ഒരൊറ്റ ബിന്ദുവിലേക്കെത്തും. വാസ്കോഡ ഗാമ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപേ ഇവിടെ നിന്ന് കുരുമുളകുമായി കടൽ കടന്നു പോയ ഒരു മലയാളി ഉണ്ടായിരുന്നു. ആ നിസ്സാരമായ ചോദ്യമാണ് എട്ടിക്കോര എന്ന കഥാപാത്രത്തിലൂടെ ഈ നോവലിനെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നത്. കുന്നംകുളത്തുകാരുടെ കച്ചവട പാരമ്പര്യം, ലാഭക്കണ്ണിലൂടെ മാത്രം ലോകത്തെ കാണുന്ന ശീലം, കച്ചവടം എങ്ങനെ അധികാരമാവുന്നു, അധികാരം എങ്ങനെ സാമ്രാജ്യങ്ങളായി മാറുന്നു എന്നതിൻ്റെ കഥ കൂടിയാണ്. സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെയും കപട സദാചാരത്തെയും ധൈര്യത്തോടെ ചോദ്യം ചെയ്യുന്നിടങ്ങൾ ഈ നോവലിനെ കൂടുതൽ സമകാലികമാക്കുന്നു. ചരിത്രവും മിത്തും യാഥാർത്ഥ്യവും കെട്ടുകഥയും വേർതിരിക്കാനാവാത്ത വിധം ഇഴചേർന്ന ഒരു വായനാനുഭവം. അതുതന്നെയാണ് ഫ്രാൻസിസ് എട്ടിക്കോര. ഈ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ ഉടൻ തന്നെ നിങ്ങളിലേക്കെത്തും. എത്ര പ്രതീക്ഷയോടെ വായിച്ചാലും ആ പ്രതീക്ഷകൾക്കൊക്കെ ഒരു പടി മുകളിലാണ് ഈ നോവൽ. മലയാളത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഫ്രാൻസിസ് എട്ടിക്കോര.